ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഹോസ്പിറ്റലുകളോ അനസ്തേഷ്യയോ ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം. മുറിവുകൾ അണുവിമുക്തമാക്കുന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ലായിരുന്നു. ആ കാലഘട്ടത്തിൽ കൂടി മനുഷ്യർ തലയോട്ടികൾ തുറന്ന് ചികിത്സകൾ ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമാണല്ലേ. എന്നാൽ ധൈര്യശാലികളായ ഈ രോഗികളിൽ പലരും അവരുടെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചെത്തി എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു സത്യം. ശസ്ത്രക്രിയകൾ എന്നത് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ മാത്രം കണ്ടെത്തലുകളെന്നാണ് നമ്മളിൽ പലരും ധരിച്ചിരിക്കുന്നത്. എന്നാൽ ഈ സ്റ്റെതസ്കോപ്പുകളും ലേസർ സ്കാൽപ്പലുകളുമെല്ലാം കണ്ടെത്തുന്നതിനും എത്രയോ കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ പൂർവികർ ഈ മേഖലയിൽ അത്ഭുതങ്ങൾ കാണിച്ചിരുന്നു. തലയോട്ട് തുറന്ന് ശസ്ത്രക്രിയകൾ നടത്തിയിരുന്നവർ, തിമിരം നീക്കം ചെയ്തിരുന്നവർ, എന്തിനധികം പ്ലാസ്റ്റിക് സർജറി പോലും ചെയ്തിരുന്നവർ, ഭൂഖണ്ഡങ്ങൾ താണ്ടി ഗുഹകളിലും മരുഭൂമിയിലെ കൂടാരങ്ങളിലും യുദ്ധക്കളങ്ങളിലും അവർ അത്ഭുതകരമായ കൃത്യതയോടെ വൈദ്യശാസ്ത്രം അഭ്യസിച്ചു. ഇതുവരും കെട്ടുകഥകളല്ല, അവരുടെ അറിവിന്റെയും അതിജീവനത്തിന്റെയും ഞെട്ടിക്കുന്ന തെളിവുകളാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും, പെറുവിലും ആഫ്രിക്കയിലും റഷ്യയിലുമൊക്കെ പുരാതന വൈദ്യന്മാർ തലയോട്ടികളിൽ ദ്വാരങ്ങൾ ഇട്ടിരുന്നു. ഇതിനെയാണ് ട്രെപ്പനേഷൻ എന്ന് പറയുന്നത്. അപസ്മാരം, തലക്കേറ്റ ക്ഷതങ്ങൾ, ദുരാത്മാക്കളെ പുറത്തുവിടുക എന്നുള്ള വിശ്വാസത്തോടു കൂടിയായിരുന്നു അവർ ഇത് ചെയ്തിരുന്നത്. ഇതിൽ നമ്മളെയൊക്കെയും ഞെട്ടിപ്പിക്കുന്ന ഭാഗം എന്താണെന്നറിയാമോ? പുരാതന ഗവേഷകർക്ക് ലഭിച്ച പല തലയോട്ടികളിലും ഈ മുറിവുകളൊക്കെയും ഉണങ്ങിയതിന്റെ വ്യക്തമായ തെളിവുകളുണ്ട്. അതായത് ഈ ഒരു വലിയ ഓപ്പറേഷനെ അതിജീവിച്ച് ഈ രോഗികൾ അവരുടെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തി എന്നുള്ളതാണ് ഇത് വ്യക്തമാക്കുന്നത്. ആധുനിക സൗകര്യങ്ങൾ ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ കൂടി ഇവർക്ക് ഇതെങ്ങനെ സാധ്യമായി എന്നുള്ളതാണ് നമ്മെ ഈ കാലഘട്ടത്തിൽ അത്ഭുതപ്പെടുത്തുന്നത്. ഈജിപ്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും കൂടാതെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും കണ്ടെത്തിയ പുരാവസ്തുക്കളും ചരിത്രപരമായ രേഖകളും ഈ നേട്ടങ്ങളെയെല്ലാം ശരിവെക്കുന്നതാണ്. നമുക്ക് ഈജിപ്തിലേക്കും ഇന്ത്യയിലേക്കും മാത്രമൊന്ന് പോയി വരാം. പുരാതന ഈജിപ്തിലെ പുരോഹിത വൈദ്യന്മാർ ശസ്ത്രക്രിയകളിൽ അതിവിദഗ്ധരായിരുന്നു. അവർ മുറിവുകൾ തുന്നിച്ചേർത്തിരുന്നു, ട്യൂമറുകൾ നീക്കം ചെയ്തിരുന്നു, എന്തിനധികം ട്രക്യോട്ടമി പോലെയുള്ള അതിസങ്കീർണമായ ശസ്ത്രക്രിയകൾ പോലും അവർ ചെയ്തിരുന്നു. ഇതിൽ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം, മരവും തുകലും ഉപയോഗിച്ച് കൃത്രിമ കാൽവിരലുകൾ പോലും അവർ നിർമ്മിച്ചു എന്നുള്ളതാണ്. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും പഴക്കമുള്ള കൃത്രിമ ശരീരഭാഗങ്ങളാണിവ. അവരുടെ സൂക്ഷ്മതയും സാങ്കേതിക വിദ്യയും എത്രമാത്രം വികസിച്ചിരുന്നു എന്ന് ഇത് നമുക്ക് മുന്നിൽ വ്യക്തമാക്കുന്നു. BCE 600-കൾ ജീവിച്ചിരുന്ന ഇന്ത്യൻ മഹർഷി സുശ്രുതൻ ശസ്ത്രക്രിയകൾക്ക് ഒരു പുതിയ അധ്യായം കുറിച്ച വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ വിഖ്യാതമായ ഗ്രന്ഥം സുശ്രുത സംഹിതയിൽ 300-ലധികം ശസ്ത്രക്രിയകളെയും 120-ലധികം ശസ്ത്രക്രിയാ ഉപകരണങ്ങളെയും കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. അദ്ദേഹം തിമിര ശസ്ത്രക്രിയകൾ നടത്തുകയും ഒടിഞ്ഞ എല്ലുകൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തിരുന്നു. ഇതിൽ നമ്മെ അതിശയപ്പെടുത്തുന്ന മറ്റൊരു കാര്യം പറയട്ടെ. അദ്ദേഹം മുറിഞ്ഞ മൂക്കുകൾക്ക് കവിളിലെ ചർമ്മം ഉപയോഗിച്ച് പുതിയ രൂപം നൽകി. ആധുനിക പ്ലാസ്റ്റിക് സർജറിയുടെ ഉത്ഭവമായാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ ഇതിനെ കണക്കാക്കുന്നത്. ഇലക്ട്രിസിറ്റിയോ ആധുനിക ഉപകരണങ്ങളോ ഒന്നുമില്ലാതിരുന്ന ഒരു കാലത്ത് കൂടി അപാരമായ വൈദഗ്ധ്യത്തോടു കൂടിയാണ് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത്. ഇന്ത്യൻ വൈദ്യശാസ്ത്രം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനകളിൽ ഒന്നാണിത്. തലയോട്ടി തുരക്കൽ, കൃത്രിമ അവയവങ്ങൾ, പ്ലാസ്റ്റിക് സർജറി, ഈ ആശയങ്ങളൊന്നും ആധുനിക കണ്ടുപിടുത്തങ്ങൾ മാത്രമായി നമുക്ക് കാണാൻ കഴിയില്ല. ശാസ്ത്രവും സാങ്കേതിക വിദ്യകളും വളരുന്നതിനും എത്രയോ കാലങ്ങൾക്ക് മുമ്പ് വൈദ്യശാസ്ത്രം എന്നത് ധൈര്യത്തിന്റെയും നിരന്തരമായ പരിശ്രമങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും ചിലപ്പോഴൊക്കെ വേദനാജനകമായ പരാജയങ്ങളുടെയും തുടർക്കഥകൾ മാത്രമായിരുന്നു. എന്നാൽ ഈ പരിശ്രമങ്ങളൊക്കെയും പലപ്പോഴും വിജയങ്ങളുടെയും ഒരു വലിയ യാത്രയായി. ഇവിടെ ഒരു സത്യമുണ്ട്. ആ കാലഘട്ടത്തിൽ ഒരു അനസ്തേഷ്യ പോലും ഇല്ലാതെ തലച്ചോറിൽ ശസ്ത്രക്രിയ നടത്തുക എന്ന് പറയുന്നത് സാധാരണമായിരുന്നു. പക്ഷേ ഈ കാലഘട്ടത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്കിതൊക്കെയും അസാധാരണമായി തോന്നാം. പക്ഷേ ആ ധീരമായ ചുവടുകൾ ഇല്ലായിരുന്നുവെങ്കിൽ, ആ പരാജയങ്ങളും വിജയങ്ങളും ഇല്ലായിരുന്നുവെങ്കിൽ, ഇന്ന് നമ്മൾ ഏറെ ആശ്രയിക്കുന്ന, ദിവസവും നിരവധി ആളുകളുടെ ജീവൻ രക്ഷിക്കുന്ന ആധുനിക ശസ്ത്രക്രിയകളുടെ അടിസ്ഥാന തത്വങ്ങൾ നമുക്ക് ലഭിക്കില്ലായിരുന്നു. അതിന് കാരണക്കാരായ ആദിമകാലത്തെ ആ വൈദ്യശാസ്ത്ര പ്രതിഭകൾക്ക് ഒരു ബിഗ് സല്യൂട്ട്.